Hi dear children, welcome back to PESF EduHub online classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസിന്റെ ഫസ്റ്റ് സെഷനിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. But if there are students who didn't watch the first video, please do go back and watch the video and please come back. ഓക്കെ, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ ഈ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ കണ്ടെയ്നിങ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ്. ഐ ഹോപ്പ് യു റിമെമ്പർ എനിവേസ്. ഓക്കെ, എങ്ങനെയൊക്കെ അതിന്റെ എക്സ്പോണന്റ് എങ്ങനെ ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി എ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്തു വെക്കുക. രണ്ടാമത്തത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഹൗ വി ഹാവ് ക്ലാസിഫൈങ് ദ പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ പോളിനോമിയൽ. ദർ ആർ 3 ക്ലാസിഫിക്കേഷൻസ്, റൈറ്റ്? നോട്ട് 3, ഇൻഫാക്ട് ദർ ആർ സോ മെനി ക്ലാസിഫിക്കേഷൻസ്. എന്നാലും കുറച്ച് പ്രധാനപ്പെട്ട പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, ഇങ്ങനെ കുറച്ച് പേരുകൾ അല്ലെ. അതുപോലെ ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ വി ഹാവ് ക്ലാസിഫൈഡ് ഇൻടു വാട്ട്? കോൺസ്റ്റന്റ് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ക്യൂബിക് പോളിനോമിയൽ അല്ലെ. ഡിഗ്രി 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയും, ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ. ആ രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുള്ളത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ പോളിനോമിയൽ? ഇറ്റ് മീൻസ് p of x equal to some given statement like suppose x square plus 5x plus 3. ഇങ്ങനെ ഞാനൊരു പോളിനോമിയൽ തരികയാണ്. and I am asking what is p of 1. so അതാണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. okay, വാല്യൂ ഓഫ് എ പോളിനോമിയൽ at a given value of x equal to 1 എന്ന് പറഞ്ഞാൽ അതെന്ന പോളിനോമിയൽ എവിടെയൊക്കെ നമ്മൾ x കാണുന്നുണ്ടോ അവിടെയൊക്കെ 1 ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനലി യു വിൽ ഗെറ്റ് എ ന്യൂമറിക്കൽ വാല്യൂ. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ്. ഓക്കെ, പിന്നെ ദിസ് ഈസ് എ വെരി important part in the chapter, zero of a polynomial. What is the definition of a zero of a polynomial? Please write it down, understand the concept, and we'll have to do some problems today. Okay, so zero of a polynomial means what? Means the value of x at which your p of x or the polynomial is equal to 0. Okay, this 0, just try to understand, 0 doesn't mean this 0. It's not your integer 0. 0 is a name. It is a name given to the value of x. Okay, at that particular value of x your p of x is going to be equal to 0. then geometrical representation, അതായത് ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് 0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ 0 എങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചു തരാം. സപ്പോസ് വി ഹാവ് എ ഗ്രാഫ് സംതിങ് ലൈക്ക് ദിസ്. We have x-axis and y-axis. Okay, suppose I am drawing a graph something like this. It means ഈ ഗ്രാഫ് നമ്മുടെ x-axisനെ കട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. x-axisനെ എത്ര പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So this is the point where this particular line cuts the x-axis. So this particular polynomial will have how many? Only 1 zeros. Suppose there is a graph something like this. For example, I have a graph something like this. Okay, so how many zeros are there? If I am asking you, നമ്മൾ എന്താ നോക്കുക, എത്ര പോയിന്റിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് നോക്കും അല്ലെ. ഫസ്റ്റ് ഈ പോയിന്റിൽ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്, ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്, ദിസ് ഇസ് ദ ഫോർത്ത് പോയിന്റ്. അപ്പൊ 4 പോയിന്റിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് ദയവ് ചെയ്ത് നോക്കരുത്, ഇത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിനെ കട്ട് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എക്സ് ആക്സിസിൽ എത്ര പോയിന്റ് കട്ട് ചെയ്ത് നോക്കുക. 1 2 3 4 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 4 നമ്പർ ഓഫ് സീറോസ് എന്തുണ്ടാവും ഈ പോളിനോമിയലിൽ ഉണ്ടാവും. ഇതാണ് അതിന്റെ ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളൊരു സാധനം പഠിച്ചിരുന്നു, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോംസ്. അതായത് ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റും, അതൊരു ക്വാഡ്രാറ്റിക് ആണോ അതല്ല ലീനിയർ ആണോ വേറെ ഏതെങ്കിലും ടൈപ്പ് ആണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സെയിങ് p of x equal to some constant k, വെറുതെ x ഒന്നും ഇല്ലാത്തൊരു ഒരു നമ്പർ മാത്രമാണ് അവിടെ കാണുന്നതെങ്കിൽ this number can be any fraction, any integer, whatever. Okay, so അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് it's a constant polynomial. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു.
ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. എന്തായിരുന്നു ആ പോയിന്റ്? മാക്സിമം നമ്പർ ഓഫ് സീറോസ്. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നമ്പർ ഓഫ് സീറോസ്. ചുമ്മാ നമ്മൾ നമ്പർ ഓഫ് സീറോസ് മാത്രം പറയരുത്. മാക്സിമം നമ്പർ ഓഫ് സീറോസ് of a polynomial. Okay, it is equal to what? The degree of the polynomial. It means suppose you have a quadratic polynomial. Quadratic polynomial എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ് അതിന്റെ ഡിഗ്രി 2 ആണ് അല്ലേ? സോ ഡിഗ്രി 2 ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. സോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് 2 means it can have sometimes only one number of zeros. Sometimes it won't have any zeros. Means number of zeros will be equal to what? 0. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആ കേസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കൃത്യമായി ഓർമ്മയുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. നമുക്കിനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം കാൽക്കുലേറ്റിംഗ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, സീറോസിന്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സീറോ ഓഫ് എ പോളിനോമിയൽ ഇസ് ഗിവൺ. വാട്ട് ഇസ് എ പോളിനോമിയൽ? P of x equal to 5. Okay, is dash means what is the zero of this given polynomial? ഈ polynomial പ്രത്യേകത എന്താണ്? This is a constant polynomial, right? Because P of x equal to some number, there is no x, nothing is there, right? There is no variable in fact. So this is a constant polynomial. So constant polynomial ന്റെ zero എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ആദ്യം പഠിച്ചിരുന്നു number of zeros is equal to what? It is the equal to the degree of the polynomial, അല്ലേ? ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? 0 ആണ്, റൈറ്റ്? സോ മീൻസ് P of x equal to 5 means I can rewrite it as 5 into 1. What is 1? 1 I can rewrite it as x raised to 0, right? So what is the exponent here? 0. So ഇതാണ് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി. അതായത് കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. 0 is the degree means there is no zero to this particular polynomial, അല്ലേ? സോ എന്തൊക്കെയാ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് തരുന്നത്. ഓക്കെ, സി ഈ 5 തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നെ തന്നിട്ടുണ്ട്, 1 എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ? നോ സീറോ. ഇറ്റ് മീൻസ് ഫോർ എ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി സീറോ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ അതാണ് കോൺസ്റ്റന്റ് പോളിനോമിയലിനെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സീറോ ഓഫ്. ഇറ്റ് മീൻസ് യു ആർ ഗിവൺ 4 polynomials. See what is the first question? P of x equal to 2x minus 6, P of x equal to 3x plus 21. ഇങ്ങനെ നമുക്ക് 4 polynomials അവരെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും സീറോ ഏതാണെന്നുള്ളത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പോളിനോമിയൽ ഗിവൺ? അതായത് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് എ എന്ന് പറയുന്നത് P of x equal to what? 2x minus 6. നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു പോളിനോമിയൽ തന്നിട്ട് അതിന്റെ സീറോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിയോ? ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന പോളിനോമിയലിനെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. മീൻസ് P of x equal to 0, ന്യൂമറിക്കൽ വാല്യൂ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. Okay, so what is P of x as per the question? It is 2x minus 6, അല്ലേ? So 2x minus 6 equal to 0 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇതിന് നിങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? 2x എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ടേം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? x കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇതും കൂടെ ഓർമ്മിച്ച് വെക്കുക. ഒരു ആൾജിബ്ര ടേമിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പരിപാടി എന്താണ്? ആദ്യം നമ്മൾ ആ വാരിയബിൾ ഉൾപ്പെടുന്ന ടേമിന് അവിടെ തന്നെ വെക്കുക. അതായത് 2x ആണ് ഇവിടുത്തെ ടേം, ഈ ടേമിന് ഇവിടെ തന്നെ വെക്കുക. അതിന്റെ കൂടെ കാണുന്ന ബാക്കിയുള്ള ടേംസ് ഉണ്ടാവുമല്ലോ, അതായത് ഇവിടെ മൈനസ് എന്നൊരു സൈൻ കാണാം, അതിന്റെ അപ്പുറത്ത് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, അത് മറ്റൊരു ടേം ആണ്. ഈ ടേമിനൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇതാണ് ഇക്വേഷൻ രണ്ട് സൈഡ്സ് ഉണ്ടാവും. ഒന്ന് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മറ്റൊന്ന് RHS റൈറ്റ് ഹാൻഡ് സൈഡ്. സോ LHSലുള്ള ഈ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നമ്മുടെ സൈഡ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ എക്സിസ്റ്റിംഗ് സൈഡിലുള്ള ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ നമ്മൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ റിവേഴ്സ് ആക്കി കൊടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? സബ്ട്രാക്ഷൻ അല്ലേ നമ്മൾ കാണുന്നത്. ഈ സബ്ട്രാക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവണം? അഡീഷൻ എന്നായിട്ട് മാറണം. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ക്ലാസ് എന്ന് പറയും മൈനസ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി എന്ന് പറയും.
നമ്മൾ മൈനസ് പ്ലസ് ആയി എപ്പോഴും പറയരുത്. കീപ് ഇൻ മൈൻഡ് വി ആർ ആക്ച്വലി റിവേഴ്സിംഗ് ദ ഓപ്പറേഷൻ. ഓക്കെ, സോ -6 നമ്മൾ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ 2x എന്ന് പറയുന്ന ടേം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. 0 is already there on the right hand side. സോ അതിന്റെ അടുത്തേക്ക് നമ്മൾ -6, അതായത് ഈ ഓപ്പറേഷൻ അപ്പുറം കൊണ്ടുപോകുമ്പോൾ അഡീഷൻ ആയി. സോ ഇറ്റ് ബിക്കംസ് +6. സോ 2x becomes 0 + 6 how much? 6. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇനി x അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒരു കുഴപ്പമില്ല, x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ x ന്റെ കൂടെ ഇപ്പൊ ആരെയാണ് ബാക്കിയുള്ളത്? 2 അല്ലേ ബാക്കിയുള്ളൂ. ഈ 2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേരിയബിളിന്റെ കൂടെ കാണുന്ന ആളെ നമ്മൾ സൈഡ് മാറ്റുമ്പോൾ ഓപ്പറേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യണം അല്ലേ? അതായത് x എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? 2 multiplied by x എന്നുള്ളത് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താക്കി കൊടുക്കുക? മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷൻ. ഇത്രയല്ലേ ഉള്ളൂ. സോ x ഈക്വൽസ് 6 ഓൾറെഡി അപ്പുറത്തുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള 2 നമ്മൾ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? x equal to I can write it as 6/2. Or how much is 6/2? It is 3. So what is the answer? x equal to 3 എന്ന് കിട്ടും. എന്താണ് ആക്ച്വലി x equal to 3 എന്നുള്ള ഈ വാല്യൂന്റെ മീനിങ് എന്താണ്? If you are substituting x is equal to 3 into the given equation, which is p of x equal to 2x minus 6, what is the value you are getting? ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ p of x equal to 2x minus 6 എന്നാണ് തന്ന ഫോർമുല ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തന്ന എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. അവിടേക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എന്താ സംഭവിക്കുക? 2 into 3 minus 6. 2 into 3 is 6. 6 minus 6 means it is equal to 0. അല്ലേ? അതായത് x is equal to 3 എന്ന് പറയുന്ന വാല്യൂ തന്ന പോളിനോമിയലിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ what is happening finally? This p of x is going to be equal to 0. So that is what the definition of is 0 means, the value of x at which your p of x is equal to 0. അല്ലേ? നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെയാണ് ആക്ച്വലി പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഡെഫിനിഷനെ നേരെ റിവേഴ്സ് ഓർഡറിൽ ചെയ്യും അല്ലേ? ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് അറ്റ് വിച്ച് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ആദ്യം എടുത്തെഴുതി, അവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് എക്സിനെ നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, വെരി സിമ്പിൾ. ഇതേ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3x plus 21 എന്നുള്ളതാണ് p of x. സോ ഐ ആം റീറൈറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇക്വേറ്റ് ദ ഗിവൺ p of x to 0. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാ? p of x, what is the p of x given as per the question? 3x plus 21 equal to 0 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ടേമിന് അവിടെ തന്നെ വെക്കുക, അതായത് എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ടേമിന് അവിടെ തന്നെ വെക്കുക, ബാക്കിയുള്ള നമ്പേഴ്സിനെ അപ്പുറം കൊണ്ടുപോവുക. അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. സോ 3x ഈക്വൽസ് 0 ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്, 0 പ്ലസ് 21 അഡീഷൻ ആയിരുന്നു ഇവിടുത്തെ ഓപ്പറേഷൻ. ഓക്കെ, അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? സബ്ട്രാക്ഷൻ. ഇത്രയേ ഉള്ളൂ. സോ 0 minus 21 is how much? It is minus 21. Here it is 3x. So I want to calculate x. So what I have to do? This 3 was actually multiplied with the x on the left hand side. So when I am taking to the other side, already there is a minus 21. This multiplied 3 becomes what? Divided. Okay. So what is the value of 21 divided by 3? It is 7. Already minus is there. So minus 7 becomes the answer. Okay. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, this is a negative number. You are dividing with a positive number. Negative divided by a positive means your result becomes what? Negative. Then also you can say the same answer. So x equal to minus 7. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The third one. P of x equal to minus 2x plus 7. Minus 2x plus 7. ഈ പറഞ്ഞ സെയിം സ്റ്റെപ്പിനെ ഒന്ന് പ്രൊസീഡ് ചെയ്തോളൂ. So first p of x, equate your p of x to 0. അല്ലേ? So minus 2x plus 7 equal to 0 എന്ന് എഴുതി കൊടുക്കുക. നമ്മൾ എന്താ പിന്നെ പറഞ്ഞത്? പ്ലസ് 7 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലെ? മൈനസ് 2x എന്ന് പറയുന്ന ടേമിന് ഒന്നും ചെയ്യരുത്, അത് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഈക്വൽ ടു 0 പ്ലസ് 7 അപ്പുറം കൊണ്ടുപോകും, -7 ആയി. So what is 0 minus 7?
it becomes minus 7, right? So എനിക്ക് ഇനി x calculate ചെയ്യണം. X ഞാൻ x ആയിട്ട് എഴുതും. So what I have to do, I have to take this minus 2 to the other side. This is actually one of the areas where you are going to make mistake. അതായത് നമ്മൾ പറയും ഇവിടുന്ന് -2 ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +2 ആണെന്ന് പറയും. അങ്ങനെയല്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. When you are taking a number from one side to the another side of the equation, you are reversing the operation, not the sign always. Okay? So -2 was actually multiplied by here. So നമ്മൾ എന്താ ചെയ്യണം? അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള സൈൻ എന്താവും? ഡിവിഷൻ ആവും. വേറെ ഒന്നും സംഭവിക്കാനില്ല. So -7 is already there divided by എന്ത് വരും? -2 എന്ന് പറയുന്നത് സൈൻ മാറാൻ പാടില്ല, -2 തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? നെഗറ്റീവ് divided by negative, I can say this is positive. So 7/2 you can write as it is. ഇതിന് നിങ്ങൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഫ്രാക്ഷൻ ആയിട്ട് തന്നെ എഴുതി കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഓക്കെ, if you want you can write it as 7/2 which is equal to 3.5, but it is not required. Okay, so this is the final answer. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ, the last one. P of x equal to ax plus b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ ചെയ്തതിലൊക്കെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, but the final one is P of x equal to ax plus b. Actually we know that ax plus b is the general term or standard form of a linear equation or a linear polynomial. Equation അല്ല, equation നമ്മൾ പിന്നെ പഠിക്കും. So P of x equal to ax plus b നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ല കേട്ടോ. എങ്ങനെയാണോ നമ്മൾ ഇപ്പോൾ നമ്പർ വെച്ച് ചെയ്തത് അതേ മെത്തേഡിൽ തന്നെ പോയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? ഇക്വേറ്റ് P of x to 0. So what is P of x? As per the question it is ax plus b. I am equating it to 0 as per the equation we have written. So എന്താ നമ്മൾ പറഞ്ഞത്? x ഉൾപ്പെടുന്ന ടേം അവിടെ തന്നെ വെക്കുക, പ്ലസ് b അപ്പുറം കൊണ്ടുപോയപ്പോൾ ഞാൻ ഓപ്പറേഷൻ റിവേഴ്സ് ചെയ്തു, it becomes minus b. So x equal to x ഇവിടെ വേരിയബിൾ a ആയിരുന്നു, ആ a സോറി നോട്ട് വേരിയബിൾ, കോൺസ്റ്റന്റ് a ആയിരുന്നു. a അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സൈൻ ഒന്നും മാറ്റരുത് കേട്ടോ. minus b already there, so divided by what? a. So x equal to minus b by a എന്ന് പറയുന്നതാണ് ഈ പോളിനോമിയലിന്റെ 0. So actually how many zeros are there? നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തില്ല, ഇപ്പോൾ ഒരു 4 പ്രോബ്ലം ചെയ്തപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു എക്സാക്ട് 1 നമ്പർ ഓഫ് സീറോസ് അല്ലേ കിട്ടിയത്. Why? Because this is a linear polynomial. ഇത് എന്നതിലൊക്കെ x ന്റെ പവർ എത്രയായിരുന്നു? 1 ആയിരുന്നു. So definitely you will get how many zeros? Only 1 zeros. In fact ഇപ്പോ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിനെ ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു P of x equal to ax plus b എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം ആണെന്നല്ലേ പറഞ്ഞത്. ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ x equal to minus b by a, ഇത് ഒരു ലീനിയർ പോളിനോമിയലിന്റെ 0 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ ഫോം ആണ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ വാട്ട് ഈസ് a ആക്ച്വലി ആസ് പെർ ദ ക്വസ്റ്റ്യൻ? a എന്ന് വെച്ചാൽ x ന്റെ കോഎഫിഷ്യന്റ് അല്ലേ. ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? x ആണിത്, x ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. സോ I can say as per this question a equal to 3 and what is the value of b? b എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് നമ്പർ അല്ലേ. ax plus b എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, വേരിയബിൾ ഒന്നും ഇല്ലാത്ത നമ്പർ. എത്രയാണത്? 21 ആണ്. So as per this equation x is equal to minus b by a. This is the 0 of a linear polynomial. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേ. മൈനസ് ഫോർമുലയിലുള്ള മൈനസ് അതുപോലെ തന്നെ എഴുതി. b ന്റെ വാല്യൂ 21 ആണ്, ഡിവൈഡഡ് ബൈ a ന്റെ വാല്യൂ 3 ആണ്. How much is minus 21 by 3? Becomes minus 7. ഈ ആൻസർ തന്നെ അല്ലേ തൊട്ട് മുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ആ മെത്തേഡിൽ പോയാലും നമുക്ക് കിട്ടുന്നത് -7 ആണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. ബൈ ഹാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ലീനിയർ പോളിനോമിയൽ ആണ്, ആകെ 2 ടേംസേ അതിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ അല്ലേ. സോ മൈനസ് ബി ബൈ എ എന്ന് വെച്ചാൽ മൈനസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈസി ആയിട്ട് ഓർമ്മയിൽ വെക്കാം. സോ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആദ്യം വരുമ്പോൾ ഈ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റും അല്ലേ. x equal to minus b by a. So I can say minus what is the value of b? 21 divided by what is the value of a? 3. So minus 7 is the answer. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ സ്റ്റെപ്പും നമുക്ക് ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ സമ്മറി ആണ്. ഇനി എല്ലാ പോയിന്റ്സും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് there is no zero for a constant polynomial, നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ്. രണ്ടാമത്തത് there is only one zero for a linear polynomial.
only one number of zeros will be there for a linear polynomial, because linear polynomial means it is having a degree of 1. So it will have only one zero, and that zero can be calculated by using the formula x equal to minus b by a, where b is the constant term and a is the coefficient of x in the general form. You know the general form, p of x equal to ax plus b is the general form of a linear polynomial. And second, the last point, actually നമ്മൾ ഈ പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ലീനിയർ പോളിനോമിയൽ നമ്മൾ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് like a straight line. Okay, that line can be something like this or maybe it will be passing through the origin. Okay, this is the only point we have to keep in mind from the linear polynomial section. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മൾ ഇനി കൈകാര്യം ചെയ്യാനുള്ളത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 10ാം ക്ലാസ്സിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് +1 +2 അത് അവിടെ അങ്ങോട്ടുള്ള എല്ലാ സമയത്തും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്. വളരെ സിമ്പിളാണ്. അത് ഇപ്പോഴും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. നിങ്ങൾ 9th-ലും അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.